നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ LDC, ഏത് LDC, ദേവസ്വം ബോർഡിന്റെ LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഒരുപാട് നാളായിട്ടുള്ളതൊന്നുമല്ല, 2021 ഡിസംബറിൽ നടന്ന എക്സാമാണ്. അപ്പോൾ കുറച്ച് മാസങ്ങളായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അവരുടെ പാറ്റേൺ എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ഒന്ന് അയച്ചേക്കാണെന്ന്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും നിലവാരം ഇപ്പോൾ കൂടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഈസി ആയിരിക്കും. 50 വേക്കൻസി ഉണ്ട് താനും. അപ്പോൾ ആരും മിസ്സാക്കാതിരിക്കാം. 300 രൂപ ഫീസ് ഉണ്ടെന്നേ ഉള്ളൂ. അത് അഫോർഡബിൾ ആയിട്ടുള്ള എല്ലാ ആൾക്കാരും അയക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, കേരള വാൽമീകി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? കേരള വാൽമീകി ആരാണ്? ഓപ്ഷൻ എ വള്ളത്തോളാണ് കേരള വാൽമീകി എന്ന് അറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2, മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? രാജ്യസമാചാരം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1, കേരള വാൽമീകി വള്ളത്തോൾ നാരായണ മേനോൻ. 2, മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? രാജ്യസമാചാരമാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം. ക്വസ്റ്റ്യൻ നമ്പർ 3, കുക്കുട ക്രോഡം എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിലെ തുറമുഖ പട്ടണം ഏതാണ്? കുക്കുട ക്രോഡം എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിലെ തുറമുഖ പട്ടണം, പോർട്ട് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി, കോഴിക്കോടിനെയാണ് കുക്കുട ക്രോഡം എന്ന് അറിയപ്പെട്ടിരുന്ന തുറമുഖ പട്ടണം ഏതാണ്? ഓപ്ഷൻ ഡി, കോഴിക്കോടാണ്. 4, ഇന്ത്യയിൽ ഹരിത വിപ്ലവം മൂലം ഏറ്റവും കൂടുതൽ ഉൽപാദനമുണ്ടായ വിള ഏതാണ്? ഏതാ വിള? ഒരു ഡൗട്ടും വേണ്ട, ഓപ്ഷൻ സി, ഗോതമ്പാണ്. 5, കേരളത്തിലെ ഔദ്യോഗിക മത്സ്യം. കേരളത്തിലെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? ഓപ്ഷൻ ബി, കരിമീൻ. ഈസി ക്വസ്റ്റ്യൻസ് ആണെല്ലാം. ചന്ദ്രയാൻ 2 വിക്ഷേപിക്കപ്പെട്ടത് എന്ന്? ചന്ദ്രയാൻ 2 വിക്ഷേപിക്കപ്പെട്ടത് എന്നാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി, 2019 ജൂലൈ 22 ചന്ദ്രയാൻ 2 വിക്ഷേപിക്കപ്പെട്ടത്. 2019 ജൂലൈ 22 ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 7, കേരളത്തിലെ ആദ്യത്തെ ബാങ്കിംഗ് മ്യൂസിയം സ്ഥാപിച്ചത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ബാങ്കിംഗ് മ്യൂസിയം തിരുവനന്തപുരം. 8, ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത്? ദേശീയ യുവജന ദിനം ആരുടെയാണ്? സ്വാമി വിവേകാനന്ദന്റെ ബർത്ത്ഡേ ആണ്. അതുപോലെ വില്ലുവണ്ടി സമരം നയിച്ചത് ആര്? ഇതിപ്പോൾ സ്ഥിരം PSC ക്വസ്റ്റ്യൻ കൂടെയാണ്. വില്ലുവണ്ടി സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. ഓപ്ഷൻ ബി, അയ്യങ്കാളി. 10, ജൈനമതത്തിന് ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയ ഇന്ത്യൻ ഭരണാധികാരി ആരാണ്? ജൈനമതത്തിന് ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയ ഇന്ത്യൻ ഭരണാധികാരി ആരാണ്? ഓപ്ഷൻ ഡി, ചന്ദ്രഗുപ്ത മൗര്യനാണ് ജൈനമതത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ. ബിംബിസാരൻ, അശോകൻ, സമുദ്രഗുപ്തൻ അല്ല, ചന്ദ്രഗുപ്ത മൗര്യൻ. 11, എൻഡോസൾഫാൻ എന്ന കീടനാശിനി രാസികമായി ഏത് വിഭാഗത്തിൽ പെടുന്നു? എൻഡോസൾഫാൻ, ഇതിപ്പോൾ നമ്മൾ പ്രിലിംസിന് കണ്ട ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. വില്ലുവണ്ടിയും എൻഡോസൾഫാൻ എന്ന കീടനാശിനി രാസികമായി ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ, ഓർഗാനോ ക്ലോറിൻ. ഇപ്പം നമ്മൾ കണ്ടതേ ഉള്ളൂ. അതുപോലെ ജാതിനാശിനി സഭ രൂപീകരിച്ചത് എന്താണ്? ജാതിനാശിനി സഭ രൂപീകരിച്ചത് ആരാണ്? ഓപ്ഷൻ ബി, ആനന്ദ തീർത്ഥനാണ് ജാതിനാശിനി സഭ രൂപീകരിച്ചത്. 13, ഇന്ത്യയിൽ എത്ര പ്രാവശ്യം നോട്ട് നിരോധനം നടത്തിയിട്ടുണ്ട്? ഇത് നമ്മളിപ്പോൾ PSCക്ക് കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ എത്ര പ്രാവശ്യം നടന്നിട്ടുണ്ട്? 3 പ്രാവശ്യം നോട്ട് നിരോധനം നടത്തിയിട്ടുണ്ട്. എത്ര പ്രാവശ്യം? 3 പ്രാവശ്യമാണ് ഇന്ത്യയിൽ നോട്ട് നിരോധനം നടത്തിയിട്ടുള്ളത്. 14, ചൈനയിലെ ഏത് പ്രദേശത്ത് നിന്നാണ് കൊറോണ വൈറസ് ബാധ പൊട്ടിപ്പുറപ്പെട്ടത്? എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വുഹാനാണ് അല്ലേ. 15, ലിറ്റിൽ മാസ്റ്റർ എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് കളിക്കാരൻ ആരാണ്? ലിറ്റിൽ മാസ്റ്റർ ആരാണ്? സുനിൽ ഗവാസ്കർ ആണ് ലിറ്റിൽ മാസ്റ്റർ എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് കളിക്കാരൻ. 16, വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിച്ചത്. വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24. 17, വയനാട്ടിലെ എടക്കൽ ഗുഹാചിത്രങ്ങൾ കണ്ടെത്തിയത് ആരാണ്? വയനാട്ടിലെ എടക്കൽ ഗുഹാചിത്രങ്ങൾ കണ്ടെത്തിയത് ആരാണ്? ഫോസറ്റ്. ആരാണ്? ഫോസറ്റ് ആണ്. താഴെ തന്നിരിക്കുന്നതിൽ കടലോരമില്ലാത്ത ജില്ല, കടൽ തീരമില്ലാത്ത ജില്ല ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി, കോട്ടയത്തിനാണ് കടൽ തീരം ഇല്ലാത്തത്. 19, ന്യൂമിസ്മാറ്റിക്സ് എന്നറിയപ്പെടുന്നത് ഏത് പഠന ശാഖയെയാണ്? ഓപ്ഷൻ സി ആണ്, നാണയ പഠനത്തിനെയാണ് ന്യൂമിസ്മാറ്റിക്സ് എന്ന് അറിയപ്പെടുന്നത്. 20, സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണമാണ് കോട്ടയം. കോട്ടയമാണ് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണം. 21, ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? സ്ഥിരം PSC ക്വസ്റ്റ്യൻ ആയിരുന്നത്. ഓപ്ഷൻ ഡി, കബനി നദിയിലാണ് കുറുവ ദ്വീപ്, വയനാട്ടിൽ അല്ലേ. 22, തിരുവനന്തപുരത്തെ VJT ഹാളിന് നൽകിയിരിക്കുന്ന പുതിയ പേരാണ്. VJT ഹാളിന് നൽകിയിരിക്കുന്ന പുതിയ പേരെന്താണ്? ഓപ്ഷൻ എ, അയ്യങ്കാളി ഹാൾ. VJT ഹാളിന്, തിരുവനന്തപുരത്തെ VJT ഹാളിന്റെ പുതിയ പേരാണ് അയ്യങ്കാളി ഹാൾ. ക്വസ്റ്റ്യൻ നമ്പർ 23, 2019 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ സി ആണ്, അക്കിത്തം.
24 ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AKG ആണ് വോളണ്ടിയർ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. 25 തിരുവിതാംകൂറിൽ ആദ്യമായി ഗോവസൂരി പ്രയോഗം നടപ്പിലാക്കിയത് ആരുടെ ഭരണകാലത്താണ്? ഗോവസൂരി പ്രയോഗം നടപ്പിലാക്കിയത് ആരുടെ കാലഘട്ടത്തിലായിരുന്നു? ഓപ്ഷൻ ഡി റാണി ഗൗരി ലക്ഷ്മി ഭായ്. 26 VT ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് രചിക്കപ്പെട്ട വർഷം. അപ്പൊ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് നമ്മുടെ പ്രിലിംസിന് ഏത് വിഭാഗത്തിൽ പെടുന്നു? അപ്പോൾ VT ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് രചിക്കപ്പെട്ട വർഷമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കൊടുത്തിട്ടില്ല. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 1929 ആണ് കേട്ടോ. 1929 അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ഒഫീഷ്യലി രചിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. 27 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരംഭിച്ച വർഷം 1885 ഡിസംബറിലാണ്. ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരംഭിച്ചത്. 28 യൂറോപ്പിന്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? യൂറോപ്പിന്റെ കളിസ്ഥലമാണ് സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന അല്ലെ. യൂറോപ്പിന്റെ കളിസ്ഥലമാണ് സ്വിറ്റ്സർലൻഡ്. ചന്ദ്രയാൻ 2വുമായി സഹകരിച്ച വിദേശ രാജ്യം ഏതാണ്? ചന്ദ്രയാൻ 2വുമായി സഹകരിച്ചത് റഷ്യയാണ് കേട്ടോ. സോറി, ഇവിടെ ഓപ്ഷൻ ഡി ആണ്. വരച്ചു വന്നപ്പോൾ മുകളിലായി പോയി. ഓപ്ഷൻ ഡി റഷ്യ. 30 അറബിക്കടലുമായി തീരം പങ്കിടാത്ത രാജ്യം ഏതാണ്? അറബിക്കടലുമായി തീരം പങ്കിടാത്ത രാജ്യം താഴെ പറയുന്നവയിൽ ഏതാണ്? അറബിക്കടലുമായി തീരം പങ്കിടാത്തത്. അപ്പം ഇതിനകത്ത് പാകിസ്ഥാൻ ഉറപ്പായിട്ടുമുണ്ട്, ഇറാനുണ്ട്, ശ്രീലങ്കയുണ്ട്, അഫ്ഗാനിസ്ഥാനാണ് ഇതിനകത്തുള്ളത്. ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 31 തൊട്ട് കണക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കണക്കിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ഇപ്പം പറയുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 41 ഇംഗ്ലീഷിന്റെ സെക്ഷൻ ആണ്. അപ്പോൾ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കാം. ഗീവ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദി അണ്ടർലൈൻ വേർഡ്സ്. അപ്പം താഴെ തന്നിരിക്കുന്നതിൽ അടിവരയിട്ട് തന്നെ അത് വൺ വേർഡ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അർജുൻ ഈസ് വെൽ വേഴ്സ്ഡ് ഇൻ ദ നോളജ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് വെജിറ്റബിൾസ്. അപ്പോൾ നോളജ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് വെജിറ്റബിൾസിനെ അറിയപ്പെടുന്ന പേര്, ഒരാൾക്ക് നോളജ് ഓഫ് പ്ലാന്റ് ആൻഡ് വെജിറ്റബിൾ ഉണ്ടെങ്കിൽ അയാൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ബൊട്ടാനിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനത്തെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. 42 ചേഞ്ച് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ യു ഡൂയിങ്ങിൻ്റെ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്? 42 ഹി സെഡ് ടു മീ വാട്ട് ഐ ആം ഡൂയിങ്, ഹി ആസ്ക്ഡ് മീ വാട്ട് ഐ വാസ് ഡൂയിങ്, ഹി ആസ്ക്ഡ് മീ വാട്ട് ഐ വിൽ ഡു, ഹി സെഡ് വാട്ട് ഐ ആം ഡൂയിങ്. ഇത്രയാണ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്കറിയാം ഓപ്ഷൻ ബി ആണ്. ഹി സെഡ് മീ, ഹി ആസ്ക്ഡ് മീ വാട്ട് ഐ വാസ് ഡൂയിങ് അല്ലേ. 43 ചൂസ് ദി കറക്റ്റ് സ്പെല്ലിങ്. അപ്പം ഒന്ന് ഇൻഡയറക്റ്റ് സ്പീച്ച്, ഒന്ന് വൺ വേർഡ് ചോദിച്ചിട്ടുണ്ട്. സ്പെല്ലിങ് ചെക്ക് ചെയ്യാനായിട്ട് അവർ ചോദിക്കുന്നുണ്ട്. സ്പെല്ലിങ് ചെക്ക് ചെയ്യാൻ ചോദിക്കുന്നത് സർട്ടിഫിക്കറ്റിൻ്റെയാണ്. ഇവിടെ ഓപ്ഷൻ ഏതാണ് വന്നിരിക്കുന്നത്? സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 44 ചൂസ് ദി കറക്റ്റ് സെൻറ്റൻസ് കറക്ഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് സെൻറ്റൻസ് ആണ് നാലാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഐ ആൻസർ ദ ലെറ്റർ ടു നൈറ്റ്, ഐ ഹാവ് ആൻസർഡ് ദ ലെറ്റർ ടു നൈറ്റ്, ഐ വിൽ ആൻസർ ദ ലെറ്റർ ടു നൈറ്റ്, ഐ ആൻസറിങ് ദ ലെറ്റർ ടു നൈറ്റ്. ഇത്രയുമാണ് തന്നിരിക്കുന്നത്. ഇതിനകത്ത് കറക്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഐ വിൽ ആൻസർ ദ ലെറ്റർ ടു നൈറ്റ് എന്നുള്ളതാണ്. 45 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് ആർട്ടിക്കിൾ. അപ്പോൾ ആർട്ടിക്കിൾ ചോദിക്കാറുണ്ട്. ഹീസ് ഡാഷ് ഹോണസ്റ്റ് മാൻ, ഹീസ് ഡാഷ് ഹോണസ്റ്റ് മാൻ. ഓപ്ഷൻ ബി ആൻ ഓണസ്റ്റ് മാൻ അല്ലേ. ഇതൊക്കെ നമ്മൾ സ്ഥിരം പഠിക്കുന്നതായതുകൊണ്ട് പറയുന്നില്ല. 46 ചേഞ്ച് ടു പാസീവ് വോയിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പാസീവ് വോയിസിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. രാമു ഓപ്പൺ ദ ഗേറ്റ്, അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ആണ് ആൻസർ. ദ ഗേറ്റ് വാസ് ഓപ്പൺഡ് ബൈ രാമു. അപ്പോൾ 6 ക്വസ്റ്റ്യൻസിനകത്ത് എല്ലാം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള പാറ്റേൺ ആണ്. 47 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് ഫോം ഓഫ് വെർബ്. കറക്റ്റ് ഫോം ഓഫ് വെർബ് ആൻ എയ്റോപ്ലെയിൻ ഡാഷ് മോർ ക്വിക്ക്ലി ദാൻ എ ബേർഡ്. കറക്റ്റ് വെർബ് വെച്ചിട്ട് അതൊന്ന് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഫ്ലൈസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 48 ഗീവ് ദി കറക്റ്റ് ഫോം ഓഫ് ദ ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് ചോദിക്കും. ദ ഹോട്ടൽ ഈസ് എക്സ്പെൻസീവ്. അതിൻ്റെ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് എന്താ? ഈസിൻറ്റ് ഇറ്റ് അല്ലേ, അതാണ് കറക്റ്റ്. അടുത്തത് പ്രപ്പോസിഷൻ എഴുതാനാണ് കേട്ടോ. കറക്റ്റ് പ്രപ്പോസിഷൻ ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. മൈ ബർത്ത്ഡേ ഈസ് ഡാഷ് 9th September, ഐ വിൽ ബി ബാക്ക് ഡാഷ് അബൌട്ട് 10 minutes. ആ 2 ക്വസ്റ്റ്യൻസ് അത് പ്രപ്പോസിഷൻസ് എഴുതാനാണ്. 49ന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ഓൺ ആണ്. 50ന്റെ ആൻസർ ഓപ്ഷൻ സി ബൈ ആണ് അല്ലേ. അടുത്ത 51ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കിക്കേ. 51 കറക്റ്റ് ദ സെന്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഐ കെയിം ബൈ വാക്കിംഗ് ഫ്രം മൈ ഹൗസ്, അതാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് സെന്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷൻ എ ഐ കെയിം ബൈ വാക്കിംഗ് ഫ്രം മൈ ഹോം എന്നാണ് കറക്റ്റ്. ഗിവ് ദി സിനോണിംസ് ഓഫ് ഫിസിഷ്യൻ. ഫിസിഷ്യന്റെ സിനോണിം ആണ് പിന്നെ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ഡോക്ടർ ആണ് അല്ലേ. ഫിസിഷ്യൻ ഡോക്ടറാണ്. കുക്കും സ്പോർട്സ്മാൻ, അത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ആമസോൺ ദ വേൾഡ് ലാർജസ്റ്റ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, ആമസോൺ മഴക്കാടുകളെ പറ്റിയിട്ട് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അതിൽ നിന്നും നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. അങ്ങനത്തെ രീതിയിലാണ് അടുത്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ദെൻ ഇംഗ്ലീഷിന്റെ പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും പറഞ്ഞത്. ഇനി മലയാളം നോക്കിക്കേ.
അടുത്തത് പ്രയോജിക വിഭക്തിയുടെ പ്രത്യയമേത്? പ്രത്യയമേതെന്നാണ്. പ്രയോജിക വിഭക്തിയുടെ പ്രത്യയമേത്? ഓപ്ഷൻ ബി ആൽ. എന്താണ്? ആലാണ്. ഞാൻ പോകാം എന്നത് ഏത് പ്രകാര രൂപമാണ്? ഞാൻ പോകാം എന്നത് എന്താണ്? അനുജ്ഞായക പ്രകാരമാണ്. ശരിയായ പദം ഏതാണ്? അവിടെയും ശരിയായ പദം ചോദിച്ചിട്ടുണ്ട്. അതേതാണ് ഇവിടെ? പങ്കാളിത്വം, 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 പങ്കാളിത്തം. നമുക്കറിയാം 58 ഓപ്ഷൻ സി പങ്കാളിത്തമാണ്. അടുത്ത ശരിയായ വാക്യം, സെന്റൻസ്. ഉദ്ഘാടകന് 2 മണിക്കൂർ വൈകി എത്താനേ കഴിഞ്ഞുള്ളൂ. ഉദ്ഘാടകന് 2 മണിക്കൂറേ വൈകി എത്താൻ കഴിഞ്ഞുള്ളൂ. ഉദ്ഘാടകന് 2 മണിക്കൂർ വൈകി എത്താനേ കഴിഞ്ഞുള്ളൂ. ഉദ്ഘാടകന് 2 മണിക്കൂർ വൈകിയേ എത്താൻ കഴിഞ്ഞുള്ളൂ. കാണുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 60 അവതാരകന്റെ സ്ത്രീലിംഗം ഏത്? അവതാരകന്റെ സ്ത്രീലിംഗം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഓപ്ഷൻ എ അവതാരക, അല്ലെ? അവതാരക. നാഗം എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? നാഗം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ ബി സ്വർഗം എന്നാണ്. 62 ഹി ഈസ് എ വെൽ നോൺ ഡ്രമാറ്റിസ്റ്റ്. ഇതിന് സമാനമായ വാക്ക്. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു നാടകകൃത്താണ്. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു അഭിനേതാവാണ്. അദ്ദേഹം സുപരിചിതനായ ഒരു നാടകക്കാരനാണ്. അയാൾ അറിയപ്പെടുന്ന ഒരു നാടക പ്രവർത്തകനാണ്. ഇത്രയുമാണ് തന്നിരിക്കുന്നത്. എന്താണ്? ഒരു നാടകകൃത്താണ്. അതാണ് കറക്റ്റ് ആയിട്ടുള്ള മീനിങ്. അടുത്തത് അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ സി കുട്ടികൾ. അതാണ് അലിംഗ ബഹുവചനം. ലിംഗത്തിൽ പെടത്തില്ല, കുട്ടികൾ, ആണും പെണ്ണും വരും, അല്ലെ? അടുത്ത വിക്ഷേപണി ചിഹ്നം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? വിക്ഷേപണി ചിഹ്നം ഓപ്ഷൻ ബി ഇതാണ്. എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുക്കില്ല, അതാണ് വിക്ഷേപണി ചിഹ്നം. 65 താഴെ കൊടുത്തിരിക്കുന്നതിൽ ഘോഷാക്ഷരം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഘോഷാക്ഷരം ഇതാണ്. ഓപ്ഷൻ സി ധായാണ് ഘോഷ അക്ഷരം എന്ന് പറയുന്നത്. അടുത്തത് 66 ഒരു ലോഹമൂലകത്തിന്റെ സാന്നിധ്യമുള്ള സംയുക്തം. ഒരു ലോഹമൂലകത്തിന്റെ സാന്നിധ്യമുള്ള സംയുക്തം ഏതാണ്? ഓപ്ഷൻ ബി കറിയുപ്പ്. കോമ്പൗണ്ട് ദാറ്റ് കണ്ടെയ്നിങ് എ മെറ്റാലിക് എലമെന്റ്, അതാണ് ചോദിച്ചിരിക്കുന്നത്. കറിയുപ്പാണ് കേട്ടോ. അടുത്തത് മാസിന്റെ യൂണിറ്റ് ആയ കിലോഗ്രാം എന്നതിന്റെ പ്രതീകമാണ്. മാസിന്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം. അതിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? കെ ജി എന്നാണ്, അല്ലെ? ഓപ്ഷൻ എ കെ ജി എന്നാണ്. അടുത്തത് ബ്രൗൺ എനർജി അല്ലാത്തത്. ബ്രൗൺ എനർജി അല്ലാത്തത് താഴെ പറയുന്നവയിൽ സൗരോർജ്ജമാണ്. ബാക്കിയെല്ലാം ബ്രൗൺ എനർജിയാണ്. അതായത് ഡയറക്റ്റ് അല്ലാതെ ഉണ്ടാവുന്ന എല്ലാം ബ്രൗൺ എനർജിയാണ്. അടുത്ത സദിശ അളവ്. സദിശ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഡയറക്ഷൻ കൂടെ പറയുന്നതാണ്, അല്ലെ? അളവിന്റെ കൂടെ ഡയറക്ഷൻ പറയുന്നതാണ് സദിശ അളവ് എന്ന് പറയുന്നത്. അത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ആക്കമാണ് സദിശ അളവ്. ബാക്കി പ്രവൃത്തി, പവർ, ഊർജ്ജമൊക്കെ അതിശ അളവാണ് കേട്ടോ. അപ്പം അതിശ അളവും സദിശ അളവും നമ്മൾ പഠിക്കുന്നതാണ്. ഇന്ത്യയിലെ ഇംഗ്ലീഷും കൊടുത്തിട്ടുണ്ട്. അടുത്ത അപ്പക്കാരത്തിന്റെ രാസനാമം. കെമിക്കൽ നെയിം ഓഫ് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡയുടെ രാസനാമമാണ് സോഡിയം ബൈകാർബണേറ്റ്. സോഡിയം ബൈകാർബണേറ്റ്. 71 മനുഷ്യ ശരീരത്തിലെ സാധാരണ രക്തമർദ്ദം, ബ്ലഡ് പ്രഷർ ആണ്. നോർമൽ ബ്ലഡ് പ്രഷർ ഇൻ ഹ്യൂമൻ ബോഡി എത്രയാണ്? എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ എ 120/80 mm ആണ്. അടുത്തത് എയ്ഴ്സീനിയ പെസ്റ്റിസ് എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? എയ്ഴ്സീനിയ പെസ്റ്റിസ് പ്ലേഗ് ഉണ്ടാക്കുന്ന രോഗമാണ്, അല്ലെ? ലോക തണ്ണീർത്തട ദിനം എന്നാണ്. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. സസ്യങ്ങളിൽ പാകമായ ഇലകളും കായ്കളും പൊഴിക്കുന്ന രാസഘടകം. സസ്യങ്ങളിൽ പാകമായ ഇലകളും കായ്കളും പൊഴിക്കുന്ന രാസഘടകം ഏതാണ്? ഓപ്ഷൻ സി അബ്സസിക് ആസിഡ് ആണ്, അല്ലെ? അബ്സസിക് ആസിഡ് ആണ്. പൂഞ്ഞെട്ട് വളർന്ന് ഫലം ഉണ്ടാകുന്നതിന് ഉദാഹരണം ഏതാണ്? പൂവിന്റെ ഞെട്ട് വളർന്നിട്ട് ഫലം ഉണ്ടാകുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതിനാണ്? കശുമാങ്ങയാണ് കേട്ടോ. കശുമാങ്ങയാണ്. 76 കൃഷ്ണനാട്ടം എന്ന കലാരൂപം ഏത് കൃതിയെ ആധാരമാക്കിയാണ് അവതരിപ്പിക്കുന്നത്? കൃഷ്ണനാട്ടം എന്ന കലാരൂപം ഏത് കൃതിയാണ്? കൃഷ്ണഗീതി. കൃഷ്ണഗീതി, അത് തെറ്റിക്കരുത് കേട്ടോ. കൃഷ്ണഗീതി അനുസരിച്ചാണ് കൃഷ്ണനാട്ടം എന്ന കലാരൂപം അവതരിപ്പിക്കുന്നത്. ക്ഷേത്ര നിർമ്മാണം പ്രതിപാദിക്കുന്ന ഗ്രന്ഥം. ക്ഷേത്ര നിർമ്മാണം പ്രതിപാദിക്കുന്ന ഗ്രന്ഥം ഏതാണ്? ഓപ്ഷൻ ബി തന്ത്ര സമുച്ചയം. വേദാംഗങ്ങളുടെ സംഖ്യ. വേദ അംഗങ്ങളുടെ സംഖ്യ ഏതാണ്? ഓപ്ഷൻ ബി 6. കുചേല ദിനവുമായി ബന്ധപ്പെട്ട ദിവസം. കുചേല ദിനവുമായി ബന്ധപ്പെട്ട ദിവസം ഏതാണ്? ഓപ്ഷൻ എ ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച. 80 നാരായണീയം എന്ന സ്തോത്ര കാവ്യം രചിച്ചത് ആരാണ്? നാരായണീയം രചിച്ചത് ഓപ്ഷൻ ഡി നാരായണ ഭട്ടതിരി. 81 വാമനനെ ആരാധിക്കുന്ന ക്ഷേത്രം ഏതാണ്? വാമനമൂർത്തിയെ ആരാധിക്കുന്ന ക്ഷേത്രമാണ് ഓപ്ഷൻ സി തൃക്കാക്കര. പുരാണങ്ങളുടെ എണ്ണം എത്രയാണ്? പുരാണങ്ങളുടെ എണ്ണം 18 ആണ്. ക്ഷേത്ര ശബ്ദത്തിന് ഭഗവത്ഗീതയിൽ നൽകിയ അർത്ഥം. ക്ഷേത്ര ശബ്ദത്തിന് ഭഗവത്ഗീതയിൽ നൽകിയ അർത്ഥം എന്താണ്? ശരീരം എന്നാണ് കേട്ടോ.
ശരീരം എന്നാണ് ഭഗവത്ഗീതയിൽ ക്ഷേത്ര ശബ്ദത്തിന് നൽകിയ അർത്ഥം. സോപാന സംഗീതം മുഖ്യമായി ഏത് ഗ്രന്ഥത്തെ അവലംബിച്ചാണ് അവതരിപ്പിക്കുന്നത്? സോപാന സംഗീതം ഓപ്ഷൻ എ ഗീതാ ഗോവിന്ദമാണ്. 85 വർഷം തോറും ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നത് എവിടെയാണ്? എല്ലാവർക്കും അറിയാം, ഗുരുവായൂരിലാണ്. അടുത്ത കമ്പ്യൂട്ടർ ക്വസ്റ്റ്യൻ ആണ്. 86 സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലെ ഡാഷ് ഭാഗം നിർദ്ദേശത്തെ വ്യാഖ്യാനിക്കുകയും പ്രോസസ്സിംഗിനായി ഡേറ്റ കൈമാറുകയും ചെയ്യുന്നു. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലെ ഡാഷ് ഭാഗം നിർദ്ദേശത്തെ വ്യാഖ്യാനിക്കുന്നു, പ്രോസസ്സിംഗിനായി ഡേറ്റ. ഡാഷ് പാർട്ട് ഓഫ് ദി സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഇന്റർപ്രറ്റ് ദ ഇൻസ്ട്രക്ഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ഡേറ്റ ഫോർ പ്രോസസ്സിംഗ്. അപ്പോൾ ഇംഗ്ലീഷ് ഒക്കെ വായിച്ചു നോക്കുന്നതിനേക്കാളും നല്ലത് ഓപ്ഷൻ എ കൺട്രോൾ യൂണിറ്റ് ആണ്. കമ്പ്യൂട്ടറിൽ നിന്നുള്ള അച്ചടിച്ച ഔട്ട്പുട്ടിനെ വിളിക്കുന്നത് ദ പ്രിന്റഡ് ഔട്ട്പുട്ട് ഫ്രം ദ കമ്പ്യൂട്ടർ ഈസ് കോൾഡ് എന്താണ്? ഓപ്ഷൻ സി ഹാർഡ് കോപ്പി അല്ലെ, ഹാർഡ് കോപ്പിയെ വിളിക്കുന്ന പേരാണ്. അടുത്ത 88 ഒരു സോഫ്റ്റ്വെയറിലെ ഇൻസ്റ്റലേഷന് ശേഷം കണ്ടെത്തിയ ബഗ്ഗുകൾ പരിഹരിക്കുന്നതിന് ഡാഷ് ഈസ് അപ്ലൈഡ് ടു ഫിക്സ് ദ ബഗ്സ് ഫൗണ്ട് ഇൻ സോഫ്റ്റ്വെയർ ആഫ്റ്റർ ഇറ്റ്സ് ഇൻസ്റ്റലേഷൻ. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി പാച്ച് ആണ് കേട്ടോ, പാച്ച് ആണ്. 89 ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രധാന മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ്. ദ പ്രോസസ് ഓഫ് ലോഡിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ ടു മെയിൻ മെമ്മറി ഈസ് കോൾഡ് ഓപ്ഷൻ ബി ബൂട്ടിംഗ് ആണ് കേട്ടോ, ബൂട്ടിംഗ് ആണ്. 90 ഒരു കിലോബൈറ്റ് മെമ്മറി ഡാഷ് ബൈറ്റുകൾക്ക് തുല്യമാണ്. 1 കിലോബൈറ്റ് മെമ്മറി ഈസ് ഈക്വലന്റ് ടു ഡാഷ് ബൈറ്റ്സ്. എത്രയാണ്? ഓപ്ഷൻ ബി 1024. ഒരു പ്രത്യേക പ്രോബ്ലം പരിമിതമായ ഘട്ടങ്ങളിൽ പരിഹരിക്കുന്നതിന് ഒരു നിർദ്ദിഷ്ട ക്രമത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളുടെ കൂട്ടം. സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ അറേഞ്ച്ഡ് ഇൻ എ സ്പെസിഫിക് ഓർഡർ ടു സോൾവ് എ പർട്ടിക്കുലർ പ്രോബ്ലം ഇൻ എ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ് ഈസ് കോൾഡ് എന്താണ്? 91 സി പ്രോഗ്രാം ആണ് കേട്ടോ. ഇനി പറയുന്നവയിൽ ഏത് ആണ് ഔട്ട്പുട്ട് ഉപകരണം അല്ലാത്തത്? സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ഹാർഡ് ഡ്രൈവ് ആണ്. അടുത്ത 93 നെറ്റ്വർക്കിൽ വിഭവങ്ങൾ പങ്കിടാൻ സഹായിക്കുന്ന ഒരു കമ്പ്യൂട്ടറിനെ വിളിക്കുന്നു എന്താ? നെറ്റ്വർക്കിൽ വിഭവങ്ങൾ പങ്കിടാൻ സഹായിക്കുന്ന ഒരു കമ്പ്യൂട്ടറിനെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ എ സെർവർ എന്നാണ്. അടുത്തത് 94 ഒരു മോണിറ്ററിന്റെ റെസല്യൂഷൻ ആശ്രയിച്ചിരിക്കുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ സി സ്ക്രീനിലെ പിക്സലുകളുടെ എണ്ണം, സ്ക്രീനിന്റെ പിക്സലുകളുടെ എണ്ണം. അടുത്ത 95 വെബ് ഡോക്യുമെന്റ് പ്രദർശിപ്പിക്കുകയും ഡോക്യുമെന്റ് ആക്സസ് ചെയ്യാൻ ഉപഭോക്താക്കളെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നത്. എ ഡാഷ് ഡിസ്പ്ലേസ് എ വെബ് ഡോക്യുമെന്റ് ആൻഡ് എനേബിൾ യൂസേഴ്സ് ടു ആക്സസ് ഡോക്യുമെന്റ്സ്. എന്താണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, വെബ് ബ്രൗസർ ആണ്. അടുത്ത ഇമെയിൽ ഐ ഡിയുടെ 2 ഭാഗങ്ങൾ. ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അതിന്റെ 2 ഭാഗങ്ങളുണ്ടല്ലോ, അതിനെ എങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്? യൂസർ നെയിമും ഡൊമൈൻ നെയിമും അല്ലേ? The 2 parts of email are username and domain name. 97 സ്വയം പകർത്താനും കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് വ്യാപിപ്പിക്കാനും കഴിയുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം. A dash is a computer program that can replicate itself and spread from one computer to another computer is called a computer virus. അല്ലേ, കമ്പ്യൂട്ടർ വൈറസ്. 98 താഴെ പറയുന്നവയിൽ ഏത് പ്രതിരോധിക്കാൻ ഫയർ വാളുകൾ ഉപയോഗിക്കുന്നു? ഫയർവാൾസ് ആർ യൂസ്ഡ് ടു പ്രൊട്ടക്ട് അഗൈൻസ്റ്റ് ഓപ്ഷൻ സി അൺഓതറൈസ്ഡ് ആക്സസ്. അതുപോലെ 99 സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാന നേതാവാണ്. ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെന്റ് ലീഡർ ഈസ് ആരാണ്? ഓപ്ഷൻ എ റിച്ചാർഡ് സ്റ്റാൽമാൻ ആണ്. 100 പ്രമാണങ്ങളിൽ എല്ലാ പേജിന്റെയും മുകളിൽ സമാന വിവരങ്ങൾ ചേർക്കാൻ ഡാഷ് ഉപയോഗിക്കുന്നു. ഇൻ ഡോക്യുമെന്റ്സ് ഫോർമാറ്റിംഗ് യൂസ് ദ ഡാഷ് ഫീച്ചർ ഈസ് യൂസ്ഡ് ടു ഇൻസേർട്ട് സിമിലർ ഇൻഫർമേഷൻ അറ്റ് ദി ടോപ്പ് ഓഫ് എവരി പേജ്. എന്താണ്? ഓപ്ഷൻ ബി ഹെഡർ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ദേവസ്വം ബോർഡിന്റെ ഫസ്റ്റ് LDC, അതായത് 2021 ഡിസംബർ എന്ന് പറയുമ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം ഈ ഒരു പാറ്റേൺ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ഞാനിത് കാണിച്ചത്. അപ്പം ഈ ഒരു രീതിയിൽ തന്നെ പഠിക്കുന്ന ഒരാൾക്ക് ഈസി ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ക്ഷേത്രവുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനൊക്കെ നന്നായിട്ട് പഠിക്കുക. കൂട്ടത്തിൽ ഇംഗ്ലീഷൊക്കെ നിങ്ങൾ എപ്പോഴും പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. GK വലിയ കുഴപ്പമില്ല. അപ്പം അയക്കാൻ പറ്റുന്നവർ അയക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.